വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായോ? മലയാറ്റൂർ കാട്ടോ. ഇതാണ് നമ്മുടെ താഴത്തെ പള്ളി. ഇവിടെയാണ് നമ്മൾ കുളിക്കാനായിട്ട് പുഴയിലേക്കൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. ഇനി നമ്മൾ വെളുപ്പാങ്കാലത്ത് തന്നെ പോകണുണ്ട്. ആ കാണുന്ന മേലിലെ ലൈറ്റ് ഇല്ലേ, അത് നമ്മുടെ മലയിൽ ട്യൂബ് ഇട്ടാണ് കാണുന്നത്. നമുക്കിങ്ങനെ പുഴയുടെ അവിടെ നിന്നോട്ട് കാണാനായിട്ട് പറ്റൂട്ടോ. ഈ ഒരു വ്യൂ നല്ല രസമാട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. തൊട്ടിപ്പുറത്ത് നമ്മുടെ തടാകം കാണാനായിട്ട് പറ്റൂട്ടോ. നമ്മൾ അടിവാരത്ത് എത്തിയാലാണ് ഈ തടാകം കാണാൻ പറ്റണേ. പക്ഷെ ആ ലേറ്റ് ഇട്ടാണ് മുന്നേ തൊട്ട് കാണാൻ പറ്റേ. അങ്ങനെ നമ്മൾ നമ്മുടെ നടയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മലയേറി തുടങ്ങാനായിട്ട് പോവാട്ടോ. അപ്പോൾ ഈ വർഷത്തെ 2ാമത്തെ തവണയാട്ടോ നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് വരുന്നത്. പൊന്നും കുരിശ് മല മുത്തപ്പോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കയറാം. പുള്ളിക്കാരൻ കഴിച്ചിക്കോളൂന്നേ. കുർബാനയുടെ പാട്ടും പ്രാർത്ഥനയും സൈഡിലേക്കുള്ള കിളികളുടെ നാദം കൂടി കേട്ടിട്ട് കയറാനായിട്ട് ഒരു പ്രത്യേക രസമാട്ടോ. ഇന്ന് നല്ല തണുപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ വെളുപ്പിനെ വന്നെങ്കിലും ചൂടാർന്നു കേട്ടോ. മഴ പെയ്യാനുള്ള ഒരുക്കം. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവരാരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടവുമില്ല. അവൻ തോന്നിയിട്ടില്ല. ജീവനോടെ അവിടുത്തെ കുരിശിൽ തിരക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ മേളിലെത്തിയിട്ടുണ്ട് കേട്ടോ. 1ാം സ്ഥലം ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ നല്ല കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ. ആ ശ്വാസം വലിക്കണ ഒച്ച നിങ്ങൾ കേട്ടില്ലേ? നമ്മൾ പ്രാർത്ഥന എത്തിച്ചോടും കൂടി ആട്ടോ കയറിയത്. അപ്പോൾ ഒന്നും പറയാനില്ല. ഇവിടെ നമ്മൾ വന്നിട്ട് കുറച്ച് അനേകം നേരം പാറപ്പുറത്ത് ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. ചായ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ആരും ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലാല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജിബിക്കേൻ്റെ കൂടെയാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തോരം നാളെ കണ്ടിട്ടെന്ന് അറിയാമോ. അപ്പോൾ പറയാനായിട്ട് കുറേ അനേകം വിശേഷങ്ങളുണ്ടായിരുന്നു. ആ പാറപ്പുറത്ത് നിന്ന് പറച്ചിൽ തന്നെയായിരുന്നു പരിപാടി. ഇത് കണ്ടോ, ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ നമ്മളിതേ ആനക്കുത്തി പള്ളിയും കണ്ട് പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ നൊവേന കുറച്ച് നമുക്ക് കൂടാൻ പറ്റിയിട്ടോ. അങ്ങനെ കുർബാന നമ്മൾ 2 ഇപ്പോൾ കേട്ടിട്ടൊക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ റിട്ടേൺ ഇറങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നും കുരിശ്. ഈ പൊന്നും കുരിശിൻ്റെ അവിടെ നമ്മൾ നേർച്ചകളൊക്കെ നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എള്ളും കുരുമുളകൊക്കെ കൊണ്ടുവരുന്നില്ലേ, അതൊക്കെ നമുക്ക് ഇവിടെയാണ് ഇടാനുള്ളത്. ഇനി നമുക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങാം കേട്ടോ. ഒരു കൂട്ടം ആൾക്കാർ കുർബാന കഴിഞ്ഞ് നമുക്ക് മുന്നേ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു കുർബാന അവിടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമായിട്ട് ഇവിടുന്ന് ഓരോന്ന് കാണാനായിട്ട്. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ മുത്തപ്പൻ്റെ കാൽപാദമില്ലേ, ഈ ഒരു ഏരിയ കേട്ടോ. ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു കേട്ടോ പണ്ടൊക്കെ. ഇപ്പോൾ കുറേയും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കഴിഞ്ഞത്തെ വീഡിയോയിൽ ഒരു റൗണ്ട് മാത്രമല്ലേ കണ്ടുള്ളൂ. ഇപ്പോൾ 2 കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കാൽപാദം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതേ ഞാൻ ആ ചൂണ്ടിക്കാണിച്ചത് ആ അറ്റത്ത് കാണുന്നത് നമ്മുടെ പുഴയാട്ടോ. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ പോണത് നമ്മുടെ പുഴയാട്ടോ. ഇത് നമ്മുടെ പുഴ പെരിയാറ്. അതേസമയം ഈ താഴത്ത് കാണുന്നതില്ലേ, ആ ഒരു നടുക്കിക്കുള്ള റോഡ് ആട്ടോ കാണുന്നത് നമ്മുടെ ചിറയാട്ടോ. നമ്മൾ അടിവാരത്ത് കാണുന്ന ആ ഒരു ചിറയില്ലേ, ആ ചിറയാട്ടോ കാണുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കുവാണെങ്കിൽ നല്ല രസമാട്ടോ. ഇനി നമുക്ക് പതുക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോവാട്ടോ. ഞാൻ പതുക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുന്ന കാര്യം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ നല്ല രസമുണ്ടാവും, അതുകൊണ്ട് തന്നെ. അപ്പോൾ കാടൊക്കെ കുറേയൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ച് സൈഡിൽ ഇപ്പോൾ കുറേ വഴികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെയെന്ന് പറയുമ്പോൾ പാറയില്ല, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോവാനും പറ്റും. അങ്ങനെ നമ്മളിത് അടിവാരത്ത് എത്തിയിരിക്കുവാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മീൻകുട്ടന്മാരൊക്കെ ഇവിടെ വാളാന്ന് കുടൽ കൊടുത്തിട്ടുണ്ട് കോഴിയുടെ. താഴത്തുനിന്ന് വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇവർ വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴത്തെ കുളത്തിലെ കുറച്ച് മീനുകൾ അതിനകത്തേക്ക് പിടിച്ചിട്ട്, കുറച്ചല്ല അതിനകത്തെ മീനുകളാണ് കിടക്കുന്നത്. കാരണം ഇതിനകത്തെ കുറേ ചത്തുപോയല്ല. വേണ്ട വലിച്ചോണ്ട് വലിച്ചോണ്ട് പോവാണ്. തിന്ന ഇളക്ക തൂവിയേ. വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ പേർക്ക് ചക്ക പൊളിച്ച് വറക്കാനുള്ള പരിപാടിയിലാട്ടോ. ചക്ക തിന്നാൻ അറിയ ശൂബി കുഞ്ഞിന് കളഞ്ഞില്ലാലോ ഒന്ന്. ചക്കമടൽ തിന്നാ നീ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ.
ഇനി എന്താ, ഇനി നമ്മൾ ചക്ക വറക്കണ വിശേഷങ്ങൾ നമുക്ക് യാത്ര തല എവിടെ എൻ്റെ കുഞ്ഞാമ്മൻ്റെ ഒക്കെ കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞോടി ചുണ്ടന. ഈ ചക്ക കുരുകുരാന്ന് നമുക്ക് അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് എടുക്കാം കേട്ടോ. അതിന് പിന്നെ തിന്ന് നോക്കണമല്ലോ. അങ്ങനെ ഈ ചക്ക തിന്നിട്ട് ചക്ക അരിയൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം നിറയെ നന്നാക്കിയിട്ടുള്ളത് ഞാനാണെന്നൊക്കെ. അങ്ങനെ ചക്ക നന്നാക്കൽ പരിപാടികൾ അവസാനിച്ച് വറക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചക്ക വറക്കലെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് അനിയൻ്റെ പേർക്ക് അനിയന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള കിറ്റ്കാറ്റും കിൻഡർ ജോയും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇഷ്ടമാവണി കൂടെ കുടിക്കുക. ലവ് യു ഓൾ ആൻഡ് ടാറ്റാ.